ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ അപ്പോൾ നമ്മൾ ചപ്പാത്തി അതുപോലെ പൊട്ടാറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് കുക്കറിൽ നമ്മൾ വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ പൊട്ടാറ്റോ നമുക്ക് കുത്തി ഉടച്ചും കഴിഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നാളികേരപ്പാൽ അതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. നല്ല കറിയാണ്, ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റും. നമ്മുടെ തക്കാളിക്കുട്ട എന്താ പൂവിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ കമ്പൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മൗഗ്ലിയാണ് ഈ തോട്ടമൊക്കെ നോക്കണേ എന്നുള്ള പോലെ അങ്ങോട്ട് ഈ അറ്റം മുതൽ ആ അറ്റം വരെ നോക്കി നടക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ എങ്ങാനും ഒരു ചെടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൽ കയറി കഴിഞ്ഞിട്ട് മൗഗ്ലി കിടക്കും. അപ്പോൾ ഞാൻ ഇല്ലാത്ത ആ ഗ്രോ ബാഗിൽ വരെ ഇപ്പോൾ വീണ്ടും തൈകളൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളിതാ കോഴിമക്കളെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട്. കോഴിമക്കൾക്കാണെങ്കിൽ ചിക്കി ചകയാൻ ഇഷ്ടം പോലെ ഇലയാണ്. കാരണം ഇപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് നമ്മൾ മുറ്റമൊക്കെ അടിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും ആ ഒരു സമയം തുടങ്ങിയിട്ട് പിന്നെ രാത്രി വരെ കാറ്റാണ് കേട്ടോ. അപ്പോൾ നിറയെ ഇലകളാണ് വീഴുക. നമ്മുടെ കുട്ടിപ്ലാവിഞ്ചിയും മാവിഞ്ചിയും ഒക്കെ ഇലകളാണ് വീഴുക. ഇതുണ്ടല്ലോ നമ്മുടെ വാളരിപ്പയറാണ്. അപ്പോൾ അതിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കായ് പിടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി നിൽക്കണം, പെട്ടെന്ന് മൂത്തൊക്കെ പോവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധമാകുന്നത് നമ്മൾ പറിച്ചിങ്ങനെ വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തതാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിഞ്ഞിട്ട് ഒരു തോരനുള്ളതാവുമ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞിട്ട് വെക്കാം. അല്ലാതെ ഒറ്റയടിക്ക് അങ്ങോട്ട് പറിച്ചെടുത്താൽ ഒരു തോരനുള്ളത് എനിക്ക് എന്തായാലും കിട്ടില്ല. ഇടയ്ക്കിടയ്ക്കായിട്ട് 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ പാകാവണത് പറിച്ചെടുത്ത് വെക്കുമ്പോൾ അതങ്ങനെ ഒരു കെട്ടാവും കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഒരു വളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഇതിങ്ങനെ നിറയെ പൂവിട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ പടർന്ന് കയറും. അപ്പോൾ ഞാൻ ഒരു മരക്കഷ്ണമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മരക്കഷ്ണമൊക്കെ ചെതൽ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതിലൊക്കെ കയറി പറ്റി ധാരാളം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വാളരിപ്പയർ പൊട്ടിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് അതെങ്ങനെയാണ്, എങ്ങനെ ഇരിക്കും, എന്താണെന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ കുരു ഇട്ട് പാകി മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഞാനിത്. അപ്പോൾ ഇതിങ്ങനെ ഇളതായി നിൽക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞ് ഉപ്പേരി വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പയറൊക്കെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയറൊക്കെ ഒരുപാട് വേണമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ നല്ല വീതിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു 5-6 എണ്ണമൊക്കെ ആയെങ്കിൽ തന്നെ നമുക്ക് നല്ല പോലെ ഉണ്ടായിരിക്കും. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ തക്കാളിക്ക് കേടൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഒരെണ്ണം നല്ല മരം പോലെ ഉയരത്തിൽ പോയിട്ട് 3 തക്കാളിയാണ് അതുപോലെ പിടിച്ചിരിക്കുന്നത് കേട്ടോ. താഴത്തെ ഇലകളിലൊക്കെ എന്താ പറയുക, ഒരു കരിച്ചിൽ രോഗം വന്നു കഴിഞ്ഞിട്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു പോവാണ്. അപ്പോൾ ഈ തക്കാളി അങ്ങോട്ട് മൂത്തിട്ട് വേണം നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞും കഴിഞ്ഞിട്ട് ഈ കീടബാധയൊക്കെ മാറ്റി നമുക്ക് വീണ്ടും ഗ്രോ ബാഗൊക്കെ നിറച്ച് പുതിയ പുതിയ തൈകളൊക്കെ നടാനായിട്ട്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കൃഷി കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ നമുക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ സ്ഥലങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് ഇത് ശരിയാക്കണം, ഇന്ന ജോലികളൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വേഗം ജോലികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകാനായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോവിലാണ് ജോലികളൊക്കെ കേട്ടോ. അതുപോലെ തന്നെ 2-3 ദിവസം സ്വന്തം വീട്ടിൽ പായമ്മലൊക്കെ ഞാൻ പോയി നിന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മാറിയൊക്കെ നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രോ ബാഗിലൊക്കെ ശരിയായ രീതിക്ക് നനച്ച് കൊടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും നല്ല വേനൽ പോലെ ഇങ്ങനെ കടുത്ത് വരികയാണ് കേട്ടോ. ഗ്രോ ബാഗിൽ വെള്ളമൊക്കെ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ പറ്റ ഉണങ്ങി അങ്ങോട്ട് പോകും. അതുപോലെയാണ് കേട്ടോ. മണ്ണൊക്കെ ഇങ്ങനെ ആ നനവൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വടമയിൽ എത്തിയത് കൊണ്ട് തന്നെ ഇനി നമുക്ക് വീണ്ടും ഗ്രോ ബാഗൊക്കെ നനച്ചും തളിർത്തൊക്കെ അവയൊക്കെ പുതുതാക്കി കൊണ്ടുവരണം. അപ്പോൾ കുറേ എണ്ണം ഗ്രോ ബാഗിൽ ചീത്തയായി നിൽക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പറിച്ചു മാറ്റണം. പുതുതായിട്ടുള്ളതൊക്കെ നമ്മൾ പുതിയ പുതിയ വിളകളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണം കേട്ടോ. ഈ ഭാഗത്താണെങ്കിൽ വെണ്ടത്തൈകളൊക്കെ വളർന്ന് മുരടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നല്ല ഹൈറ്റിലൊക്കെ പോയി അതിനുണ്ടാകാൻ പറ്റുന്ന അത്രയ്ക്ക് അത് കായ് ഉണ്ടായതാണ്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറിച്ച് മാറ്റി കളയണം. അതുപോലെ മണ്ണൊക്കെ ഇളക്കി കഴിഞ്ഞിട്ട് പുതിയ വിത്തുകളൊക്കെ ഇടാൻ പാകത്തിലാക്കണം. കണ്ടില്ലേ? അപ്പോൾ ഇത് ഞാനത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഊന്ന് കൊടുത്തതാണ് കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് പറിച്ച് മാറ്റാം.
അതിന് ശേഷം ആ പച്ചക്കറി തൈകളും കൂടിയിട്ട് നമുക്ക് പറിച്ച് കളയാം. അങ്ങനെ അതൊക്കെ പറിച്ച് മാറ്റി നമ്മൾ 2-3-4 ദിവസം നമ്മൾ ഈ ഗ്രോ ബാഗിൽ ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ ഇടും കേട്ടോ. ഒന്ന് കൊത്തി ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇടും. അതങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഒരു നല്ല രീതിക്കൊക്കെ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ പുതിയ വിത്തുകളൊക്കെ ഇട്ട് മുളപ്പിച്ചും കഴിഞ്ഞിട്ട് തൈകളാക്കി നമ്മളിതിൽ പിടിച്ച് കൊണ്ടുവരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ വിളകൾ കഴിയുന്നതോടൊപ്പം തന്നെ പുതുതായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും പച്ചക്കറിയൊന്നും പറിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ വീട്ടു ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടമ്മമാർക്ക് എന്തായാലും കുറച്ച് സമയം എന്തായാലും ഉണ്ടായിരിക്കും. അതിപ്പോൾ നമ്മൾ ടി വി കാണാനോ മൊബൈൽ കാണാനോ അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ തന്നെ കുറച്ച് സമയം നമ്മൾ ഈ കൃഷിക്കും കൂടി കണ്ടെത്തുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. വിഷമടിക്കാത്ത പച്ചക്കറിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറിച്ചെടുത്ത് അതൊക്കെ കറി വെച്ച് കഴിക്കുമ്പോഴൊക്കെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്കയാണ്, തക്കാളിയാണ്, പച്ചമുളകാണ് എന്നൊക്കെ പറയാനായിട്ട് പറ്റുക. അതൊക്കെ നല്ല സന്തോഷമുള്ളതാണ്. അതിങ്ങനെ വെറുതെ കണ്ടിരുന്നാലും മനസ്സിലാവില്ല. നമ്മളത് ചെയ്തു നോക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു 10 ഗ്രോ ബാഗെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ വെക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ബോറായിട്ട് തോന്നില്ല അല്ലേ. നമുക്ക് എന്നും ഒരുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലെങ്കിൽ എന്നും ഇങ്ങനെ തന്നെ എൻ്റെ ലൈഫ് മാത്രം ഒരു ചേഞ്ച് ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നല്ല. നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. പുതിയ പുതിയ വിളകൾ വിത്തുകളൊക്കെ ഒന്ന് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് പിറ്റേ ദിവസം അത് എന്തായി എന്നറിയാനുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ലൈഫ് ഒന്ന് ചേഞ്ച് ആക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ഈ വെണ്ടയ്ക്ക മുരടിച്ച് നിന്നതൊക്കെ പറിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്മായം ലേശം നമുക്ക് ഈ ഗ്രോ ബാഗുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് മണ്ണിനെ നല്ല സമ്പുഷ്ടീകരിക്കാനായിട്ട് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പഴയ വിളകളൊക്കെ വെച്ച ആ ഗ്രോ ബാഗാണല്ലോ. അപ്പോൾ ആ മണ്ണിനെ പുതുതാക്കാനായിട്ട് എന്തായാലും ലേശം കുമ്മായം നമ്മൾ ചേർക്കണം. അപ്പോൾ ഈ കുമ്മായം ചേർത്തിളക്കി അതുപോലെ ഇനി 2-3-4 ദിവസം നമ്മളിങ്ങനെ വെള്ളമൊക്കെ തെളിച്ച് ഇങ്ങനെ വെറുതെ അതങ്ങിട്ട് ഇടും കേട്ടോ. അതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ പുതിയ കൃഷിക്കായിട്ട് ഓരോന്ന് ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ മാസങ്ങളിൽ ഇന്ന കൃഷികളൊക്കെ ചെയ്യാമെന്ന് നമ്മൾ നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഈ ജനുവരി മാസം ആകുമ്പോൾ ഇനി എന്താണ് കൃഷി ചെയ്യാൻ പറ്റുകയെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടാകണം. അപ്പോൾ അതുപോലുള്ള വിത്തുകളൊക്കെ വേണം, അല്ലെങ്കിൽ അതുപോലുള്ള തൈകളൊക്കെ വേണം നമുക്ക് ഈ ഒരു സമയത്ത് നടാനായിട്ട്. അപ്പോൾ പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സീസണൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. പയർ, തക്കാളി അതൊക്കെ. പിന്നെ ഇങ്ങനെ പടർന്ന് കയറുന്നതൊക്കെ ഇങ്ങനെ വേനൽക്കാലം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു സമയത്തൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഉണ്ടാകും കേട്ടോ. മഞ്ഞൊക്കെ ആകുന്ന സമയത്ത് ഇങ്ങനെ പാവയ്ക്ക അതുപോലെ പടവലങ്ങ അതൊക്കെ പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളമായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇതിലൊക്കെ വെച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുമ്മായമൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ചില വീട്ടമ്മമാർ ചോദിക്കും ഇതിനൊക്കെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെയാണ് സമയം കണ്ടെത്തണേ, ഇവിടെ ചോറും കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും തന്നെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതൊരു പ്ലാനിങ് ഇല്ലാണ്ട് ജോലി ചെയ്യുമ്പോഴാണ് അങ്ങനെ ആയിപ്പോകുക അല്ലേ. അല്ലാതെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടായിരിക്കും. നമുക്ക് ചോറും കറിയും വെക്കൽ മാത്രമല്ല, വീടൊക്കെ നമുക്ക് അടിച്ച് വൃത്തിയാക്കി നല്ല ഇതിൽ നമ്മൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വീടും പരിസരവും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ തേയിലത്തോട്ടം അവിടെയൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വരെ അവർ ആ ഒരു ജോലി തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ വീട്ടമ്മമാർ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് മാറി മാറി ഓരോ ജോലികൾ ചെയ്യാനായിട്ട് പറ്റൂലേ. ഇപ്പോൾ നമുക്ക് ക്ലീനിങ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഗാർഡനിങ്ങും കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് അങ്ങോട്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മൾ പെട്ടെന്ന് ജോലി കഴിച്ചും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയമൊക്കെ പകലൊക്കെ ഉറങ്ങി നമ്മുടെ ആരോഗ്യമൊന്നും നശിപ്പിക്കാതെ കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സമയമൊക്കെ വിനിയോഗിക്കണം കേട്ടോ.
ഞാൻ കൃഷി ചെയ്താൽ ശരിയാവില്ല, എനിക്കതൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റിക്കളയാം അല്ലേ. നമ്മളൊന്നും വലിയ കൃഷിക്കാരായിട്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഒന്നോ രണ്ടോ തൈയൊക്കെ വെച്ച് നോക്കും, അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഭയങ്കര സന്തോഷമായിരിക്കും. എന്നെക്കൊണ്ട് കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് അപ്പോൾ നമുക്ക് വരികയാണ്. അങ്ങനെയാണ് നമ്മളങ്ങനെ കുറേശ്ശെ ഗ്രോ ബാഗുകളുടെ എണ്ണമൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിലും നമുക്ക് എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ പുതിയ പുതിയ അറിവുകൾ നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫിന് ഒരു നല്ലൊരു ചേഞ്ചും നല്ലൊരു ആസ്വദിച്ച് നമുക്ക് ജീവിക്കാനും ഒക്കെ സാധിക്കുള്ളൂ അല്ലേ. പുതിയ പുതിയ അറിവുകളൊക്കെ നമ്മൾ സ്വയം കണ്ടെത്താനൊക്കെ ശ്രമിക്കണം കേട്ടോ. നല്ല പോലെ കാറ്റൊക്കെ വീശിയതുകൊണ്ട് തന്നെ ഈ ഗ്രോ ബാഗിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ധാരാളം ഇലകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ അടിച്ചൊക്കെ മാറ്റിയിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചവറുകളൊക്കെ അടിച്ച് നീക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 നേരം അടിക്കാൻ തന്നെ തോന്നും കേട്ടോ, മുറ്റമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെ നമുക്ക് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ സൈഡുകളിലൊക്കെ ഉള്ള ആ ചവറുകളും മറ്റൊക്കെ ഞാനിങ്ങനെ അടിച്ചു മാറ്റുകയാണ് കേട്ടോ. കണ്ടോ, ഇത്രത്തോളം മരങ്ങളും ചെടികളൊക്കെയാണ് ഈ ചുറ്റുപാടും നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത കാറ്റിന് ഇത്രയും തന്നെ വന്നിട്ടുണ്ടായിരിക്കും. എല്ലായിടത്തും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. മിക്കവരും പറയാറുണ്ട്, സൈറാസ് ടൈം പാസ്സൊക്കെ പറഞ്ഞിരുന്നു, അവർക്ക് അവിടെ ഭയങ്കര കാറ്റാണ്, കൊടുങ്കാറ്റിനെ പോലെ ശബ്ദം ഉണ്ടാക്കുന്ന കാറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതുപോലെ ശബ്ദത്തിലോ അത്ര വലിയ കാറ്റൊന്നല്ല, ഏത് സമയവും ഇങ്ങനെ ചെറുതായിട്ടായാലും കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയാണ് കേട്ടോ ഇവിടെയുള്ളത്. അപ്പോൾ നല്ല തണുപ്പും കുളിരും കാറ്റും ഒക്കെ ഉള്ള കാരണം മൗഗ്ലി ഒരു ദിവസത്തിൻ്റെ 3/4 ഭാഗവും ഉറക്കം തന്നെയാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ കോഴിക്കൂടിൻ്റെ മുകളിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിടന്നുറങ്ങും, മരച്ചുവട്ടിലൊക്കെ ആയിട്ട്. ഈ തണുപ്പൊക്കെ അടിച്ചേ പിന്നെ ഇത് തന്നെയാണ് മൗഗ്ലിയുടെയൊക്കെ ഒരു ശീലം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോ ബാഗുകളൊക്കെ നമുക്ക് കുറച്ച് ഒരുക്കി വെക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കുറച്ച് വിത്തുകളൊക്കെ വെള്ളത്തിലിട്ടും കഴിഞ്ഞ് മുളപ്പിച്ചും കഴിഞ്ഞിട്ട് അതിൽ നട്ട് കൊടുക്കാനായിട്ടും നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.